Hi guys and how are you? It's me, Vlogger Kittu here with a new vlog guys. കഴിഞ്ഞ വീഡിയോ തീർന്നപ്പോഴേക്കും നിങ്ങൾ ലാസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരു വ്ലോഗ് കാണുമെന്ന്. അപ്പം അതാണ് ഇന്ന് ജൂലൈ 15 എൻ്റെ ബർത്ത്ഡേ. കാരണം എൻ്റെ ഇവിടെ അമ്പലം വെച്ച് അന്നാണ് ഞാൻ വന്നത്. അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന് കിത്തു എന്ന വ്ലോഗർ കിത്തു ജനിച്ചു, ഇവിടെ മുകുന്നേരിയിൽ അമ്പലവും ജനിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ അമ്പലത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ ഏകദേശം ഇപ്പൊ ടൈം എത്രയാടാ? ഇപ്പൊ സമയം എത്രയായി? ഇപ്പം ഒരു 4:30 ടൈം വൈകിട്ട്. അപ്പം അത്രത്തോളം ഞാനും ചേട്ടനും എല്ലാം അമ്പലത്തിലായിരുന്നു. കാശിക്ക് ട്യൂഷന് പോകണമായിരുന്നു. കാശിയെ കാണിച്ചു തരാം, ചേട്ടൻ അവിടെ കിടന്നുറങ്ങുക. അതുകൊണ്ട് അപ്പം നമ്മളെല്ലാവരും അമ്പലത്തിലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒടുക്കത്തെ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ഒടുക്കത്തെ മഴയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഭയങ്കര തണുത്ത, അതായത് ഭയങ്കര മഴ. അതിൻ്റെ കൂടെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ആയിട്ട് നമ്മളെ ബോഡി എല്ലാം ഒരുമാതിരി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് വ്ളോഗിന് സാധാരണ പ്രത്യേകിച്ച് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വണ്ടിയുടെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം കാലാവസ്ഥയൊക്കെ നോക്കുവാണെങ്കിൽ മഴയൊക്കെ തീർന്ന് തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഉടനെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകും. അതായത് ആദർശൻ്റെ വീട്ടിലോട്ട് പോകും, വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ. എന്നിട്ട് പിന്നെ പോണേന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ പോണേന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ എൻ്റെ ബർത്ത്ഡേക്കല്ല, എൻ്റെയും ചേട്ടൻ്റെ ആരെ ബർത്ത്ഡേക്കായാലും നമ്മൾ അധികം അങ്ങനെ കേക്ക് വാങ്ങിച്ചോ എന്നൊന്നും നമ്മൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല. നമ്മൾ വെറുതെ അമ്പലത്തിലൊക്കെ പോയി വന്ന് പായസം വെച്ച് സദ്യയെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ദിവസം. ഭയങ്കര രസമാണ്, പക്ഷെ ബോറടിക്കത്തില്ല. പിന്നെ വെജിറ്റേറിയനെ നമ്മൾ അന്ന് കഴിക്കൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കാണെങ്കിൽ ഞാൻ ഇനി മുതലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വ്ലോഗിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും പോവുകയാണ്. ഓക്കെ, ബൈ. ഞാൻ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനല്ല വണ്ടി ഓടിക്കുന്നത്. കാശി നമ്മൾ പോയിട്ട് വരാമേ. ഓക്കെ ബൈ. ഇത് എൻ്റെ കോലം, ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചായിരിക്കുന്നത്. ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ചോദിച്ചുള്ളൂ എന്തിനാടാ വ്ലോഗ് എടുക്കുന്നതെന്ന്. പിന്നെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു നിർദ്ദേശം പാലിച്ച് നമ്മൾ റോഡിൻ്റെ നടുക്ക് വെച്ച് അഴകിയില പാടുന്നതായിരിക്കും. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ മെയിൻ റോഡെന്ന് പറയുന്നത് ഈ സാധനമാണ് കേട്ടോ. ഇതാണ് ഞാൻ മെയിൻ റോഡെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനും ചെയ്യണ 2 ഹെൽമെറ്റ് വെച്ചേക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, കാരണം കടക്കലായത് കൊണ്ട് തന്നെ AI ക്യാമറാസ് ഉണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ പോകുന്നത് ആദർശണ്ണൻ്റെ വീട്ടിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന തിരക്കിലാണ്. പിന്നെ എനിക്കും ചേട്ടനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യുവാണ്. അതാണ്ട് കേസ്, ഇതാണ് ഞാൻ പറഞ്ഞ ചിങ്ങേലി സ്കൂൾ. ഇന്നലെ ഒരു പരാതി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചിങ്ങേലി സ്കൂളിൽ അപ്പുച്ചേട്ടൻ്റെയും കിട്ടൂസിൻ്റെയും കാശിയുടെയും പഠനം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടനും അവിടെയാണ് പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. വഴി പ്രശ്നം വെച്ചിരിക്കുകയാണ്. വഴി പ്രശ്നമായിട്ട് തന്നെ നമ്മൾ വേറെ ഒരു റൂട്ടിൽ കൂടെ കടക്കൽ കയറാൻ പോകുന്നത്. എന്തോ ഇന്നലെ കടക്കലുള്ള, അതായത് നമ്മളെ MR സ്റ്റോൾസിൻ്റെ അപ്പുറത്ത് ഉള്ള വീട്ടിലോട്ട് ഒരു വലിയ മരം ചാനിയാണ്. അതുകൂടാതെ 4-5 പോസ്റ്റ് കണ്ട് ഇടിഞ്ഞ് വീണെന്നൊക്കെ അറിയുന്നത്. കാരണം ഇന്നലെ അത്രയും വലിയൊരു കാറ്റടിച്ചായിരുന്നു. ആ ടൈമിലുണ്ടായ പ്രശ്നമാണ് ആ പോസ്റ്റ് ഇടിഞ്ഞ് വീണത്. ഒരുപക്ഷെ അതൊക്കെ നീക്കുന്നതിനായിരിക്കാം ഒരുപക്ഷെ അവിടെ മൊത്തം ത്രികോണ സാധനം അതെല്ലാം വെച്ച് അടച്ചേക്കും. ബാക്കി അവിടെ പറയാം. ഇപ്പൊ കാണുന്ന ഈ വാച്ച് ശരിയാക്കണം. അതുകൂടാതെ നമുക്കൊരു ടോർച്ചും വാങ്ങിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ അത് കാണിക്കാൻ ജസ്റ്റ് മറന്നുപോയി. ഇതാണ് വാച്ച്. ഈ വാച്ച് എന്ന് പറയുമ്പം ഫാസ്ട്രാക്കിൻ്റെ വാച്ചാണ്. ചേട്ടനെ കൊണ്ടുകൊടുത്തതാണ്. അപ്പം 2016
2016 ഫാസ്ട്രാക്കിന്റെ വാച്ച് അന്ന് എത്ര രൂപയായിരുന്നു കേട്ടത്? അന്ന് 1100 മറ്റോ ആയിരുന്നു ഇതിന്റെ പ്രൈസ്. പക്ഷേ ഈ സംഭവം ചേട്ടൻ അങ്ങനെ ചെയിൻ വാച്ച് യൂസ് ചെയ്തില്ല, അതുകൊണ്ട് ഇത് അച്ഛനോട് പോകണം. അപ്പം ഇത് നമുക്ക് ശരിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫൈനലി ആദർശണ്ണന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ അവര് PS5 മുമ്പിലായിരുന്ന ഓക്കെ. ഞാൻ ഇപ്പം ഒന്ന് അകത്ത് കയറിയിട്ട് ഞാൻ ഒന്ന് കാലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ കയറാം, അങ്ങനെ ശരിയാക്കും. നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിളി കുളിരപ്പോൾ നീ വരും. ഇനിയൊരു ജന്മമെൻ മനസ്സിലായി ചേരുമോ, ചിരിമഴയുമായി പുലരുളിയുമായി വീണ്ടും ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ചിലവ് വേണം ഗൈസ്. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് ഇതുവരെ ഞാനൊരു കേക്കോ ഒന്നും മുറിച്ചിട്ടില്ല, അത്ര ഭയങ്കര വലുതായിട്ട് ആഘോഷിച്ചിട്ടുമില്ല. പക്ഷേ ഇവരെനിക്കത് സാധിച്ചു തന്നു. ചേട്ടൻ വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് കിത്തു ബാമക്ക് ആദർശണ്ണൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന്. പക്ഷേ ഗൗതമണ്ണനും ആദർശണ്ണനും ചേട്ടനും അഭിനവണ്ണനൊക്കെ തന്ന കണക്കത്തെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം സ്വന്തം അനിയനെ പോലെയാണ് ഇവർ എന്നെ കൊണ്ട് കിടക്കുന്നത്. ഫോട്ടോഗ്രാഫർ 2 ഫോട്ടോ എടുത്തോട്ടെ എന്നാ ഫോട്ടോ എടുത്തോട്ടെ. ഫിലിമിന്റെ ഫ്രണ്ടിൽ പഴയ ഹെൽമെറ്റിനാണ് പെറ്റി ചെയ്തതാണ്. ആ വണ്ടി നമ്പർ 500 പെറ്റി ചെയ്തതാണ്. ഇല്ല വണ്ടിയിൽ നിന്ന് അഭ്യാസം 5000 പോട്ടാ. നാളെ ഇറങ്ങാമേ ഗൈസ്. അപ്പോൾ ബ്ലൂപ്പേഴ്സൊക്കെ കണ്ടല്ലേ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭയങ്കര ബോറായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവരോടുള്ള ആ നിമിഷം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാരണം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഇന്നേ വരെ കിട്ടാത്ത സർപ്രൈസാണ് അവർ തന്നത്. ഞാൻ വെറുതെ വ്ളോഗും ചെയ്താണ് അകത്തോട്ട് കയറിപ്പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ വ്ളോഗ്.